യുവമാരൊക്കെ അവിടെ പോയി കിടക്കുവാണ്. നെല്ല് മൊത്തം പോയിടുന്നു. കുറച്ച് വെള്ളം എടുത്ത് വാടി. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. കർത്താവ് നിന്നോടുകൂടെ. Just number 7. ഞാൻ എൻ്റെ കൊച്ചുമക്കളെ കാണാൻ വന്നതാ. Just number. മക്കളെ, എൻ്റെ ഓർമ്മയുണ്ടോ? ഞാനാണ് മുന്നൂറി മുത്തശ്ശി. ഞാൻ ഇവിടെ വന്നപ്പോഴായിരുന്നേ ഇവിടെ കുടുംബയോഗം നടക്കുന്നുണ്ടെന്ന്. എന്നാ ശരി, ഇവിടെ ഒന്ന് കയറി പോവാന്ന് വിചാരിച്ചു. നല്ല പാട്ടും പ്രസംഗമൊക്കെ ആയിരുന്നു കേട്ടോ. അച്ഛൻ്റെ പ്രസംഗം സൂപ്പറായിരുന്നു. എന്നാ ശരി, അടുത്ത കുടുംബയോഗത്തിന് വരാം. Just number 3. Namaskaram. Yes, I was born in Italy, but now India is my country. So my ashes must also burn in this soil. ശരിയാണ്, ഞാൻ ജനിച്ചത് ഇന്ത്യയിലാണ്. പക്ഷേ ഇന്ത്യയാണ് എൻ്റെ രാജ്യം. ഈ മണ്ണിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ചോര വീണത്. അതുകൊണ്ട് ഈ മണ്ണിലാണ് എൻ്റെ ചിതാഭസ്മം അലിഞ്ഞു ചേരേണ്ടത്. ഭാരത് മാതാ കീ ജയ്. ജ്യോതി വന്നില്ല, ഒരു തീയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ഇവിടെ എത്തിയെന്നറിയോ? ഓടി ഓടി വന്നപ്പോ ഒരു ആന, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. രാജൻ ഹബീബിയുടെ വലിയ കുട്ടി രാജകുമാര ഒറ്റക്കായി ഷാജാ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളിച്ചിട്ടപ്പോൾ എൻ്റെ അറബി കൂട്ടുകാരനോട് ചോദിച്ചു, അൽഫൽ ഹബീബി തിമ്പർലക്ക പകച്ചു പോയതിൻ്റെ പാടി. അമ്മ 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 ധർമ്മം കൊടുക്കമ്മ, അമ്മ ധർമ്മം കൊടുക്കമ്മ, അമ്മ அம்மா பசிக்குதம்மா, ஏதாவது கொடுங்கம்மா. ஐயா ஏதாவது கொடுங்க ஐயா, பசிக்குது ஐயா. ஐயா அம்மாவோட சொல்ல ஐயா. ஐயா பசிக்குது ஐயா. ஐயா நாயை தொடர்ந்து விடாது ஐயா. ஐயா நாயை தொடர்ந்து ஆர்வம் வேண்டாம், ഞാൻ പോവാ. സോമാലിയയിൽ നിന്നാണ് മെല്ലെ 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 താഴ്ന്ന പൊന്താരകങ്ങളെ ചേർത്ത് വെച്ച് ഞാൻ കരങ്ങളിൽ നെഞ്ചിനുള്ളിൽ നിന്നാർമങ്ങൾ താളത്തിന് കാതോർക്കും നിങ്ങൾ എഴുതിനങ്ങളത് എഴുതുന്നു പേടിയലയുന്നു പാദങ്ങൾ എൻ്റെ വഴികളതെൻ്റെ ചട്ടങ്ങൾ തോൽവികളതിൻ്റെ പാഠങ്ങൾ ഒരു വെടിക്കിരി പറവകളുടെ ചട്ടടിച്ചുള്ള പതിയെ ഞാൻ കഥ പറഞ്ഞത് മതി വരുന്നത് പ്രചോദിക്കണം മതി ഗുരുദേനായ പെരുവഴിയെ
ഒരു ഐറ്റം കൂടി ഉള്ളൂ, സമ്മാനദാനമാണ്. ലോട്ടറി ഉണ്ട്. ലോട്ടറി എടുക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ഒന്നൊരു കാര്യങ്ങൾ ഓർമ്മിക്കുകയാണ്. ഇവിടെ തൃക്കോതമംഗലം ശാഖയുടെ ആഭിമുഖ്യത്തിലാണ് കുടുംബയോഗം ഇന്ന് നടത്തിയ വളരെ രുചികരമായ ഭക്ഷണമായിരുന്നു. അതുപോലെ തന്നെ വളരെ എല്ലാ ഭംഗിയായ രീതിയിൽ നടത്തുവാനായിട്ട് ഇതിൻ്റെ ശാഖാ പ്രസിഡന്റ് രവി സാറ്, അതുപോലെ തന്നെ സെക്രട്ടറി മോഹൻ സാറ്, കുടുംബയോഗം സെക്രട്ടറി അഡ്വക്കേറ്റ് നേനാൻ ജോണ്, മറ്റ് ഭാരവാഹികളെ ഒക്കെ വളരെ ഇപ്പം ജയിച്ചാലെന്ന് പറയാം. നമ്മുടെ ആൾക്കാർ കുറവാണ്, കാരണം ആരും എല്ലാ വീട്ടിലില്ല. ഉള്ളവരൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട്. എങ്കിലും എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണത്തിന് ഇത് ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് സാധിച്ച് ദൈവത്തോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശാഖയിലെ ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും കഷ്ടപ്പെട്ട്